ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. വിശുദ്ധ കുർബാനയുടെ അനുഭവതലത്തെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നാം ഇന്ന് ഏർപ്പെടുന്നത്. കൗദാശിക അർപ്പണവേദി കാണപ്പെടാത്ത ദൈവകൃപയെ കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ നമുക്ക് അനുഭവമാക്കുക എന്ന തലമാണ്. കൗദാശികത യഥാർത്ഥത്തിൽ അനുഭൂതികളാണോ അനുഭവമാണോ ജനിപ്പിക്കേണ്ടത് എന്നൊരു ചിന്ത പ്രാരംഭമായതിനുണ്ടാകണം. ആരാധനക്രമ പാരമ്പര്യങ്ങളെ സംബന്ധിച്ച തർക്കങ്ങളും ആ ക്രമത്തിലെ വൈവിധ്യങ്ങളെ സംബന്ധിച്ച ചിന്തകളുമൊക്കെ വിശ്വാസികളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലം കൂടിയാണ്. വാസ്തവത്തിൽ അനുഭൂതിയും അനുഭവവും തമ്മിലുള്ള വ്യത്യാസം ചിന്തിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ചിന്തയിലേക്ക് കടക്കാൻ. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ബലിവേദിയിലെത്തുന്ന നാം കേവല അനുഭൂതികളിലാണോ അനുഭവങ്ങളിലാണോ എത്തിച്ചേരേണ്ടത്? എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ കുർബാനയിൽ നിന്ന് സ്വീകരിക്കാനും അനുഭവിക്കാനും പകർന്നു കൊടുക്കാനും കഴിയേണ്ടത് എന്നത് പ്രധാനപ്പെട്ട ചിന്തയാണ്. കുർബാനയുടെ ആരാധനാക്രമം യഥാർത്ഥത്തിൽ വൈവിധ്യങ്ങളുള്ളതാണ്. ഈ ക്രമപാരമ്പര്യമല്ല വാസ്തവത്തിൽ കുർബാനയുടെ അനുഭവ തലത്തെ നിർണ്ണയിക്കുന്നത്. ക്രമപാരമ്പര്യങ്ങളിലൂടെ പോകുമ്പോൾ അനുഭൂതികൾ സാധ്യമാകാം, അനുഭവമല്ല അത് പകരുക. അനുഭവം കുർബാനയുടെ അകക്കാമ്പിനെ സംബന്ധിച്ച ബോധ്യവും ആ അകക്കാമ്പ് എത്രത്തോളം നമുക്ക് അനുഭവപ്രദമാകുന്നു, ഫലപ്രദമാകുന്നു എന്നതുമാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമുക്ക് രണ്ട് കാര്യങ്ങൾ നൽകും: അനുഭൂതിയും നൽകും, അനുഭവവും നൽകും. അനുഭൂതി ഭക്ഷണത്തിൻ്റെ രുചിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് വൈകാരികമാണ്, താൽക്കാലികമാണ്. ആ അനുഭൂതികൾ നിലനിൽക്കുന്നതല്ല. അനുഭൂതികളെക്കാൾ അതിൻ്റെ അനുഭവതലത്തിലേക്ക് കിടക്കുന്നത് അത് എത്രത്തോളം നമ്മൾ ഫലദായകത്വമുള്ളതായി തീരും എന്ന നിലയ്ക്കാണ്. പലപ്പോഴും അനുഭവങ്ങളും അനുഭൂതികളും തമ്മിലുള്ള ഈ ഭേദം നമുക്ക് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് കേവല അനുഭൂതികളാണ് അനുഭവം എന്ന നിലയ്ക്കാണ് പലപ്പോഴും വിവക്ഷിക്കപ്പെടാറ്. നല്ല അനുഭവമായിരുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നല്ല അനുഭൂതിയായിരുന്നു എന്നേ അർത്ഥമുള്ളൂ. അനുഭൂതി നിലനിൽക്കുന്ന കാര്യമല്ല, അത് താൽക്കാലികമാണ്. ആ ഒരു സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അനുഭവമാകട്ടെ അത് അതിൻ്റെ ഫലസിദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് അതിൽ നിന്ന് നാം ആർജിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ രുചി അനുഭൂതിയാണ് പകരുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ രുചി അനുഭൂതി പകരും, ഈ അനുഭൂതി താൽക്കാലികമാണ്. അതുകൊണ്ട് ഇന്നലെ കഴിച്ചതിൻ്റെ ഓർമ്മ രുചിയാണ്, നല്ലതായിരുന്നു എന്ന് പറയുമ്പോഴും അത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലതായിരുന്നു എന്ന് നമ്മൾ പറയും, പക്ഷെ അതെന്തായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ കഴിച്ച ഒരു ഭക്ഷണ പദാർത്ഥം മധുരമുള്ളതായിരുന്നു, നല്ല മധുരമായിരുന്നു എന്ന് പറയുമ്പോൾ ആ നല്ല മധുരം കേവലം ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വൈകാരികമായ കാര്യം മാത്രമാണ്. ഇനി അത് കഴിച്ചപ്പോൾ എനിക്ക് അതിനുശേഷം വയറുവേദന ഉണ്ടായി, അല്ലെങ്കിൽ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടായി എന്ന് വരുമ്പോൾ ഈ അനുഭൂതി അത് തള്ളിക്കളയും. കഴിച്ചപ്പോൾ സുഖമായിരുന്നെങ്കിലും അനുഭവം മറിച്ചായിരുന്നു, അനുഭവം എതിരായിരുന്നു. അനുഭവം എന്നത് ഫലസിദ്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഭക്ഷണത്തിന്റെ രുചി താൽക്കാലികതയും അതിൻ്റെ യാഥാർത്ഥ്യം അതിലൂടെ ലഭിക്കുന്ന ഊർജവുമാണ്. വിശുദ്ധ കുർബാന കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളമാണ്. അപ്പോൾ കാണപ്പെടുന്ന അടയാളം നമ്മൾ കാണുമ്പോൾ ഈ അടയാളങ്ങളിൽ അഭിരമിക്കുന്ന അനുഭൂതിയുടെ തലം താൽക്കാലികവും അതിൽ നിന്ന് സിദ്ധിക്കുന്ന ഫലം എന്താണ് നമ്മുടെ ജീവിതത്തിന് അത് ഊർജമായിട്ട് മാറുന്നത്, അതാണ് അനുഭവതലം. ഈ ചിന്ത, ഈ ഭേദം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഭൂതികളെയൊക്കെ അനുഭവങ്ങളായി ചിന്തിക്കും. നമുക്ക് സാധാരണഗതിയിൽ ഇഷ്ടബോധ്യങ്ങളുണ്ട്, രീതികളുണ്ട്. ആ രീതികളൊക്കെ നമുക്ക് അനുഭൂതി നൽകുന്നവയാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം നമുക്ക് നമ്മുടേതായ രുചികളിൽ സ്വീകരിക്കാനാണ് ഇഷ്ടം, ശീലിച്ച രീതികളിൽ. ഈ പറഞ്ഞ ചോറ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണമല്ല, പോർച്ചുഗീസുകാർ കൊണ്ടുവരുന്നതാണ്. കപ്പ നമ്മുടെ ഭക്ഷണമല്ല, പോർച്ചുഗീസുകാർ കൊണ്ടുവരുന്നതാണ്. കേരളത്തിലെ ഭക്ഷണ രീതി പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മുടേതായ തനത് രൂപം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ഇല മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ആളുകളും എടുത്തുകൊണ്ട് പോകും. എല്ലാം പലയിടങ്ങളിൽ നിന്ന് വന്നു ചേർന്നവയാണ്. ഒരു കൂടിക്കലരലാണ് യഥാർത്ഥത്തിൽ എല്ലാ പാരമ്പര്യങ്ങളെന്ന് പറയുന്ന വാദത്തിനകത്തുള്ളത്. തനിമയാർന്ന ഒരു പാരമ്പര്യം നിലവിലില്ല എന്ന കാര്യം ഓർക്കണം. ആരാധനക്രമവും യഥാർത്ഥത്തിൽ ഏകമായി നിൽക്കുന്ന അല്ലെങ്കിൽ തനത് ഭാവമുള്ള ഒന്നല്ല. നമ്മൾ സ്വീകരിക്കുന്ന പലയിടങ്ങളിൽ നിന്നാകാം, പക്ഷെ അത് സ്വീകരിച്ച് നമ്മൾ നമ്മുടേതാക്കി മാറ്റുമ്പോൾ
നമ്മൾ അതിനെ നമ്മുടേതായ ഒന്നാക്കി മാറ്റും, നമ്മുടെ ജീവിതവുമായും സംസ്കാരവുമായും ബന്ധപ്പെട്ട ഒന്നാക്കി മാറ്റും. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല. ഇപ്പോൾ സീറോ മലബാർ ക്രമത്തിൽ സുറിയാനി ക്രമമാണ് പാലിക്കുന്നത്, ലത്തീൻ ക്രമത്തിൽ ലത്തീനാണ്. ഈ ലത്തീനും സിറിയനും നമ്മൾ കൈവിട്ടിട്ടാണ് അത് മലയാളീകരിച്ചിട്ടാണ് ഉപയോഗിക്കുക. മലയാളീകരിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ മലയാളീകരിക്കുമ്പോൾ നമ്മൾ നമുക്കിണങ്ങും വിധം അതാക്കി മാറ്റുന്നുണ്ട്. ഒരു കൂടിക്കലർച്ച സംഭവിക്കുന്നുണ്ട്. ഒരു വാക്കോ ഭാഷയോ തനതായി നിലനിൽക്കുന്നില്ല, ഒരു അടയാളവും തനതായി നിലനിൽക്കുന്നില്ല. കാരണം ഇതെല്ലാം കൂടിക്കലറിൻ്റെതാണ്. ഇങ്ങനെ കൂടിക്കലർന്നു വന്ന ഒരു പാരമ്പര്യമാണോ, ക്രമത്തിന്റെ പാരമ്പര്യമാണോ പ്രധാനപ്പെട്ടത്, അതിൻ്റെ അന്തസത്തയാണോ പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കണം. ഭക്ഷണം നമുക്ക് ആവശ്യമാണെന്നത് രുചി നിലനിർത്താൻ വേണ്ടിയല്ല. രുചിക്ക് വേണ്ടി കഴിക്കുന്നവർ അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇറ്റലിയിൽ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് അണ്ണാക്കിൽ കൈയിട്ട് ഛർദ്ദിക്കും. കാരണം അവിടെ ഒമിറ്റേറിയ ഉണ്ട്. എന്നിട്ട് അടുത്ത വിഭവം കഴിക്കും. രുചിയെക്കുറിച്ചുള്ള താല്പര്യമാണ്. ഭക്ഷണം നമ്മുടെ അകത്ത് ചെന്ന് നമുക്കത് ഗുണകരമായി മാറണം, നമുക്ക് ഊർജം നൽകുന്നതായി മാറണം, ജീവൻ ഉപകരിക്കണം എന്ന ചിന്തയില്ലാതെ അതിന് താൽക്കാലിക രുചികൾ അഭിരമിക്കുമ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. നമുക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും അസ്വസ്ഥമായിട്ട് തോന്നിയേക്കാം. വായിൽ കൈയിട്ട് ഛർദ്ദിക്കുക, വീണ്ടും വന്ന് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ രുചിയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ തഴങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകാവുന്നൊരു കുഴപ്പമാണത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ കൂദാശയെ കാണുമ്പോൾ അത് കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളമാണ്. അടയാളമല്ല പ്രധാനം, ആ അടയാളങ്ങളിലൂടെ എത്തിച്ചേരേണ്ട കാണപ്പെടാത്ത ദൈവകൃപയാണ് പ്രധാനമെന്ന് ഓർക്കണം. വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിൽ കുരിശടയാളം വരച്ചുകൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത്. കുരിശടയാളം വരയ്ക്കാതെ കുർബാന ആരംഭിക്കണം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ കുർബാനയുടെ ആരംഭത്തിൽ കുരിശടയാളം വരച്ചാലും വരച്ചില്ലെങ്കിലും നമ്മൾ പാപികളാണ് എന്ന ബോധ്യത്തിലും നമ്മൾ ക്രിസ്തുവിൽ മാമുദീസ വഴി ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിച്ചവരാണെന്ന ബോധ്യത്തിലും വിശ്വാസികളുടെ സമൂഹം എന്ന നിലയ്ക്കാണ് വിശുദ്ധ ബലിക്കായിട്ട് അണയുന്നത്. അവിടെ ഈ മാമുദീസ എന്നതിനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ വാസ്തവത്തിൽ കുർബാനയിൽ പ്രവേശിക്കാനുള്ള യോഗ്യത പോലും നമുക്ക് നഷ്ടപ്പെടും. കാരണം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ അങ്ങനെ അർപ്പിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിൽ ഒന്നാകുക വഴിയാണ്. നമ്മുടേതായ ബലികൾ ദൈവത്തിന്റെ മുന്നിൽ സ്വീകാര്യമല്ല. കാരണം മാനുഷിക ബലികൾ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് യഹൂദ സമുദായത്തിനകത്ത് വ്യാപകമായി നിലനിന്നിരുന്നതാണ്. പല സമൂഹങ്ങൾ പലതരത്തിൽ ദൈവാരാധന നടത്തുന്നുണ്ട്. ഈ ആരാധനകൾക്കൊന്നും ദൈവത്തെ സംപ്രീതനാക്കാൻ കഴിയുന്നില്ല, താൽക്കാലികങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആണ്ടുതോറും ബലികൾ അർപ്പിക്കേണ്ടി വന്നിരുന്നു. മൃഗബലിയൊക്കെ അർപ്പിച്ചിരുന്നവരുണ്ട്, മനുഷ്യബലി അർപ്പിച്ചിരുന്നവരുണ്ട്, വിവിധങ്ങളായ ബലികൾ. ഈ ബലിയുടെ രൂപങ്ങളൊക്കെ അവസാനിക്കുകയും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ യാഗത്തിന്റെ സമ്പൂർണ്ണത കൈവരികയും ചെയ്യുന്നു. ഈ യേശുക്രിസ്തുവിൽ വന്ന ബലിയുടെ ഭാഗഭാഗിത്വമാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിനും നമുക്കുണ്ടാകുന്നത്. അവിടെ വിശുദ്ധ കുരിശ് അടയാളം വരച്ച് നമ്മൾ പ്രവേശിക്കുമ്പോൾ മാമോദീസയെ നമ്മൾ അനുസ്മരിക്കുന്നു, ക്രിസ്തുവിൽ ഒന്നാണെന്ന് ബോധ്യപ്പെടുന്നു. ഇനി കുരിശടയാളം വരയ്ക്കാതെയും ആ ബോധ്യത്തിൽ എത്തിച്ചേരുന്നവരുണ്ടാകാം. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ബലിയിൽ എത്തിച്ചേരുന്നതെങ്കിലും അടിസ്ഥാനപരമായ ബോധ്യം യേശുക്രിസ്തുവിലാണ് നമ്മൾ ഈ യാഗമർപ്പിക്കുന്നത്, ക്രിസ്തു യാഗത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന ബോധ്യമാണ്. അതായത് വ്യക്തിപരമായ നമ്മുടെ അർപ്പണങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനുള്ള അർപ്പണങ്ങളായി മാറുമ്പോൾ മാത്രമാണ് ദൈവാരാധനയായിട്ട് മാറുക എന്ന പരമാർത്ഥം നമ്മൾ ഓർക്കണം. ഈ പരമാർത്ഥത്തെ കൈവെടിഞ്ഞിട്ട് അടയാളം വരയ്ക്കുന്നതിലോ വരയ്ക്കാത്തതിലോ ഉള്ള ചിന്തയിലാണ് നമ്മൾ മുഴുകുന്നതെങ്കിൽ അവിടെ ഈ അനുഭൂതികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ശീലങ്ങളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ അകക്കാമ്പിനെ സ്പർശിക്കാതെ പോകുന്നു. നമുക്ക് ആരാധനക്രമ പാരമ്പര്യമുണ്ട്, ആചാര പാരമ്പര്യങ്ങളുണ്ട്, വിശ്വാസ പാരമ്പര്യമുണ്ട്. വിശ്വാസ പാരമ്പര്യവും ഈ ആരാധനക്രമ പാരമ്പര്യവും തമ്മിൽ ഭേദമുണ്ട്. വിശ്വാസ പാരമ്പര്യം എന്താണ്? അത് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതും ശൈഹികം തുടർച്ചയായി ജീവിതത്തിൽ ക്രിസ്തു അനുരൂപരായി ജീവിക്കുക എന്നുള്ളതാണ്. ആരാധനാ പാരമ്പര്യങ്ങളാകട്ടെ, ക്രമങ്ങളാകട്ടെ, ആചാരങ്ങളാകട്ടെ, അവയൊക്കെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഒത്തുചേർന്ന് അർപ്പിക്കാൻ വേണ്ടി നൽകപ്പെട്ട മാർഗങ്ങൾ മാത്രമാണ്. അതല്ലാതെ അതാണ് സമ്പൂർണ്ണത എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ വാശി പിടിക്കുകയാണ് സീറോ മലബാർ ക്രമമാണ് ശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ലത്തീൻ ക്രമോ അല്ലെങ്കിൽ മലങ്കര ക്രമോ? അപ്പൊ ക്രമങ്ങളിലുള്ള ഭേദചിന്തയാണ് പ്രധാനം ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് വരുന്ന ഒരു അബദ്ധം, നമ്മൾ കുർബാനയ്ക്കകത്ത് ഈ പറഞ്ഞ വിശ്വാസ പാരമ്പര്യത്തിന്റെ വഴിയെ, ജീവാർപ്പണത്തിന്റെ വഴിയെ നമ്മൾ കൈവിടും. എന്നിട്ട് പുറന്തോടിനെ മാത്രം നമ്മൾ പിടിച്ചു നിർത്തുന്നവരായിട്ട് മാറും. നമ്മൾ നോക്കുമ്പോൾ വൈവിധ്യങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരു ഗാന്ധിയുമായുള്ള സംഭാഷണ മധ്യേ ഗാന്ധി പറയുന്നുണ്ട്, പല ഇലകൾ പലതുപോലെയല്ലേ. അപ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്നൊരു കാര്യം, ഈ ഇല എടുത്ത് പിഴിഞ്ഞു നോക്കൂ, ഏത് പിഴിഞ്ഞാലും സത്ത് ഒന്നായിരിക്കും. ഈ സത്ത് ഒന്നതിലേക്ക് വരുമ്പോഴാണ്, സത്താണ് അനുഭവതലം.
ആ സത്താണ് ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന സ്വയാർപ്പണത്തിന്റെ ബോധ്യതലത്തിലേക്ക് നമ്മെ ഉയർത്തുന്നത്. യേശുക്രിസ്തുവിന്റെ യാഗാർപ്പണത്തിൽ പങ്കുചേരുകയും അവനെ പ്രതി സ്വയം മുറിച്ചു വിളമ്പാനായി ഹൃദയത്തിൽ തീരുമാനമെടുക്കുകയും ക്രിസ്തുവായി ജീവിക്കുകയും ചെയ്യുക എന്ന പരമാർത്ഥത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ അർപ്പണങ്ങൾ അർത്ഥരഹിതമായിട്ട് മാറും. അപ്പോൾ അത് കേവല ആചാരമായിട്ട് മാറും. അങ്ങനെയാവുമ്പോൾ അത് ആവർത്തനങ്ങളായിട്ട് തോന്നാം, അത് ഒരുതരം ശീലങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ഈ ശീലങ്ങളായിട്ടുള്ളതൊക്കെ തഴക്കദോഷങ്ങളായിട്ടാണ് സാധാരണ മാറാറ്. ഹൃദയതലത്തിൽ ബോധ്യമില്ലാതെ വിശ്വാസപരമായ ഒരു സാധ്യത കുർബാനയ്ക്കകത്തുനിന്ന് സ്വീകരിക്കാൻ കഴിയാതെ പോയാൽ യഥാർത്ഥത്തിൽ കുർബാന അർപ്പണം തന്നെ അർത്ഥരഹിതമായിട്ട് മാറും. ഇത് കേവല കാഴ്ചയായിട്ട് മാറും. അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും ടി വിയിൽ കുർബാന കാണുന്നവരായിട്ട് മാറും. വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും. ഈ ചാനലുകൾക്കൊക്കെ നമ്മളോട് ദേഷ്യം തോന്നാൻ ഇടയുള്ളൊരു കാര്യമുള്ളത്, ഇങ്ങനെ കുർബാന ടി വിയിൽ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഓരോ സമയത്ത് കുർബാന അവതരിപ്പിക്കുകയാണ്. കുർബാന അപ്പോൾ ഒരു കലാമൂല്യമുള്ള വസ്തുവായിട്ടാണ് മാറുന്നത്, ഒരു കേവല നാട്യമായിട്ടാണ് മാറുന്നത്, യഥാർത്ഥ അനുഭവമായിട്ട് മാറുന്നില്ല. ഇത് ജീവാർപ്പണത്തിന്റെ വേദിയാണെന്ന് പറഞ്ഞല്ലോ. ദൈവജനവും ശുശ്രൂഷകനും ഒരേ സമയം ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കുകയും ക്രിസ്തുവിലൊന്നായി ക്രിസ്തുവിന്റെ ജീവാർപ്പണം യേശു സംഭവത്തെ ആനുകാലിക ലോകത്തിൽ സന്നിഹിതമാക്കുകയും അങ്ങനെ സന്നിഹിതമാക്കുന്നതിലൂടെ ഊർജം ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് കുർബാന അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക. ഈ പൂർണ്ണതയിൽ എത്തിച്ചേരുന്ന എന്ന കാര്യത്തിന് വൈകാരിക തലത്തിന് പങ്കില്ല. പലപ്പോഴും ആളുകൾ പറയും വൈകാരികതയും വേണമെന്ന് പറയും. പക്ഷെ വൈകാരിക തലത്തിന് ബന്ധമില്ല. കാരണം വൈകാരികമായിട്ടാണെങ്കിൽ ടി വി കുർബാന കാണുമ്പോഴും നമുക്ക് ആ വൈകാരിക അനുഭവം ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് കണ്ടാലും കരയും, സീരിയൽ കണ്ടാലും കരയും. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ബാഹ്യമായിട്ടാണ്, നമുക്ക് പുറത്ത് നിർത്തിയാണ്. കുർബാന അങ്ങനെ പുറത്ത് നിൽക്കുന്ന കാര്യമല്ല, നമ്മൾ കൂടിയാണ്, അല്ലെങ്കിൽ നമ്മളാണ് യേശുവിൽ ഈ യാഗത്തെ ആനുകാലിക ലോകത്തിന് അനുഭവപ്രദമാക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസ പാരമ്പര്യം എന്നത് ക്രിസ്തുവിലുള്ള യാഗാർപ്പണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആധ്യാത്മികമായ വഴിയാണ്. ഈ അധ്യാത്മ വഴിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭൗതികതയിൽ നമ്മൾ തഴങ്ങിപ്പോകുമ്പോൾ, കേവലാചാരത്തിൽ തഴങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ബലിയിലുള്ള നമ്മുടെ പങ്കാളിത്തം അവ്യക്തമായി പോവും, അല്ലെങ്കിൽ ഗുണപരമല്ലാത്തതായിട്ട് മാറിപ്പോവും. നമുക്കൊരു കാര്യം ആലോചിക്കാം. ഇപ്പോൾ കുരിശടയാളം വരച്ച് കുർബാനയിൽ പ്രാരംഭം കുറിക്കുക എന്ന രീതി നമ്മൾ ശീലിക്കുന്നു. ഈ രീതി സ്വീകരിക്കുമ്പോഴും കുരിശടയാളം ബോധ്യമില്ലാണ്ട് വരച്ചാൽ ഗുണമില്ല. കുരിശടയാളം തന്നെ എത്രയോ വട്ടം നമ്മൾ വരയ്ക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ ബോധ്യത്തിൽ മാമോദീസയെ ഓർത്തുകൊണ്ടോ ഞാൻ യേശുവിൽ ഒന്നാണെന്ന ബോധ്യത്തോടു കൂടെയോ അങ്ങനെ ഈ വിശുദ്ധ കുരിശ് എന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഞാനിങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്നയാളാണെന്നും ഒരു കൂദാശയാണെന്നും ജീവിതത്തിൽ അറ്റം വരെ പോകേണ്ട ഒരു ഓൺഗോയിങ് പ്രോസസ്സിനകത്താണ് ഞാനെന്നും പ്രക്രിയാപരമായ ഒന്നാണ് എന്നിൽ പ്രവർത്തിക്കുന്ന മാമോദീസയെന്നും എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഈ ബോധ്യമില്ലാതെ കുരിശ് വരയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വരയ്ക്കുന്നതോ വരയ്ക്കാത്തതോ അല്ല. ഈ ബോധ്യത്തിൽ എത്തിച്ചേരാൻ ഗുണകരമാണെങ്കിൽ വരയ്ക്കുന്നതാണ് നല്ലത്. ബോധ്യത്തിൽ എത്തിച്ചേരുമെങ്കിൽ മാത്രം, ബോധ്യത്തിൽ എത്തിച്ചേരുമെങ്കിൽ അതിൽ ഗുണമില്ല. അങ്ങനെ ബോധ്യത്തിൽ എത്തിച്ചേരാതെയാണ് കൂനാശയിൽ നമ്മൾ പങ്കുചേരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് കേവലം അടയാളമായിട്ട് നിൽക്കും. അടയാളങ്ങളായിട്ട് നിൽക്കും. കോവളത്തേക്ക് പോകുന്ന ബോർഡ് കോവൾ ടു കോവളം എന്ന് എഴുതി ഒരു ആരോ ഇട്ട് വെച്ചാൽ ബോർഡ് ഒരിക്കലും കോവളത്ത് പോകില്ല. നമ്മൾ ഇങ്ങനെ ബോർഡ് വെച്ച് ചൂണ്ടിക്കാണിക്കുകയല്ല, ഒരു തത്വവിചാരത്തെ ആശയത്തെക്കുറിച്ച് പറയല്ല ചെയ്യുന്നത്. ഒരു ജീവിത പ്രക്രിയയായിട്ട് ക്രിസ്തുയാഗത്തെ ആനുകാലിക ലോകത്തെ അനുഭവപ്പെടുത്താൻ നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുകയാണ്. കൗദാശികമായ അർപ്പണത്തിലൂടെ നാം ക്രിസ്തുവിനോടുള്ള അനുരൂപത്വത്തിലേക്ക് എത്തുകയും ദൈവൈക്യത്തിലെത്തുകയും ക്രിസ്തുവായ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമെന്ന ഒരു മനോഭാവത്തിലേക്ക്, ആധ്യാത്മിക ഭാവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് ലോകത്തെ പരിവർത്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ യാഗം എന്നതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് എത്താനാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. അതുകൊണ്ട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ക്രമങ്ങൾ എന്നിവയുടെ താൽക്കാലികമായ രൂപഭേദങ്ങളിൽ കുടുങ്ങിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. സാധാരണഗതി നമുക്ക് ആലോചിക്കാം. വിശുദ്ധ കുർബാനയിൽ ആദ്യം ലത്തീൻ ക്രമത്തിലാണെങ്കിൽ അനുതാപ ശുശ്രൂഷ ആദ്യമാണ്. അനുതാപം പാപിയാണെന്ന് ഏറ്റുപറയും. കുമ്പസാരത്തിനുള്ള ജപം പോലെ നാം ജപം ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ ജപം ചൊല്ലി പ്രാർത്ഥിക്കുന്ന രീതി ലത്തീൻ ക്രമത്തിലുണ്ട്. ആ ലത്തീൻ ക്രമത്തിലെ ആ പാരമ്പര്യം സീറോ മലബാർ നോക്കി നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. പ്രാരംഭത്തിൽ അതില്ല. അത് ദൈവിക ശുശ്രൂഷയ്ക്ക് മുമ്പാണ് പാപങ്ങൾ ഏറ്റുപറയുകയും അനുരഞ്ജിതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഭേദമുള്ളത് കൊണ്ട് കുർബാനയ്ക്കകത്ത് അനുരഞ്ജനമില്ലെന്നോ, കുർബാനയ്ക്കകത്ത് പാപം ഏറ്റുപറയുന്നില്ലെന്നോ, കുർബാനയ്ക്കകത്ത് പാപിയാണെന്ന ബോധ്യത്തോടെ എളിമയോടെ കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്നോ അർത്ഥമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് തുടക്കത്തിലാണോ അവസാനമാണോ ഇടയ്ക്കാണോ എവിടെയാണ് ഈ ഭേദം വ്യത്യാസം കൊണ്ടെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് ഒരു അർപ്പണ രീതിയിൽ നാം പങ്കുചേരുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്.
അതെല്ലാം അനുഭവിക്കുന്ന വിവിധ സമയത്തും വിവിധ രീതിയിലും ആകാം. അതുകൊണ്ട് രീതി വ്യതിയാനങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും അപ്രകാരമുള്ള ബോധ്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മെ നയിക്കുന്നത് വിശ്വാസരാഹിത്യത്തിലേക്കാണ്. വിശ്വാസത്തിന്റെ തനത് ഫലം സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ഇതിനകത്ത് ഈ രൂപപരമായുള്ള ഭേദങ്ങളെ മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ രുചിയുടെ പ്രത്യേകതകളെ മാറ്റിവെച്ചിട്ട്, ശീലങ്ങളെ മാറ്റിവെച്ചിട്ട് ഇതിന്റെ അകക്കാമ്പിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. നിങ്ങൾ ഈ രൂപങ്ങളൊക്കെ നിഷേധിക്കണം എന്ന അർത്ഥത്തിലല്ലേ പറയുന്നത്. നമ്മൾ ആ രൂപത്തിനകത്താണ് ചെയ്യുമ്പോഴും ഈ രൂപങ്ങളെയൊക്കെയാണ് പിന്തുടരുന്നതെങ്കിലും, ഏത് ക്രമത്തിലാണ് നമ്മൾ അർപ്പിക്കുന്നതെങ്കിലും, ഏത് ക്രമത്തിൽ അർപ്പിക്കുമ്പോഴും അർപ്പണത്തിന്റെ മൂലഭാഗം അല്ലെങ്കിൽ അകക്കാമ്പ് ഈ ക്രിസ്തുവിലുള്ള അർപ്പണമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അവിടെ അനുതാപമില്ലാതെ നമുക്ക് ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. മാമോദീസ അനുസ്മരിച്ചുകൊണ്ടും പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടും അവനവന്റെ കുറവുകൾക്കും പോരായ്മകൾക്കും ദൈവസന്നിധിയിൽ കാരുണ്യം യാചിച്ചുകൊണ്ടുമാണ് കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ലത്തീൻ ക്രമത്തിൽ കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ ഭാഗം നമുക്ക് സീറോ മലബാർ ക്രമത്തിൽ ആ പ്രാരംഭത്തിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇത് തമ്മിൽ ഭയങ്കര ഭേദമാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വൈകാരികമായ തലമാണ്, അല്ലെങ്കിൽ രുചിയുടെ തലമാണ്, അതിൻ്റെ അനുഭവ തലമല്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് കുർബാന അങ്ങനെ ആരംഭിക്കുന്നു. കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ യേശുവിൻ്റെ ജീവിതത്തെ മുഴുവനുമായും ഈ ബലിവേദിയിൽ നമ്മൾ അനുഭവിക്കുകയാണ്. പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലതും അനുസ്മരിക്കുക എന്നതിനേക്കാൾ നല്ലതും നമ്മൾ അനുഭവിക്കുകയാണ്. അനുഭവ കേന്ദ്രത്തിലേക്ക് നമ്മൾ വരികയാണ്. 2000 വർഷം മുമ്പ് നടന്നു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യത്തെ ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നാം അനുഭവിക്കണമെങ്കിൽ നമ്മെ തന്നെ ഈ അനുഭവ തലത്തിലേക്ക് എടുത്തു വെക്കണം, ഈ ഓർമ്മയിലേക്ക് എടുത്തു വെക്കണം. അങ്ങനെയാണ് കോമമറേഷൻ ആകുന്നതെന്ന് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് ബലി അനുഭവമായിട്ട് മാറുക. അങ്ങനെ നമ്മൾ ഈ തുടങ്ങുന്ന ഭാഗത്ത് ചിന്തിച്ചാൽ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ദൗത്യം, മാമോദീസ, യേശുവിൻ്റെ പ്രഘോഷണം, യേശുവിൻ്റെ ജീവാർപ്പണം, പെസഹാർപ്പണം, യേശുവിൻ്റെ കുരിശിലെ മരണം, യേശുവിൻ്റെ ഉദ്ധാനം, യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്ന പ്രവൃത്തി, ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളും, രക്ഷാകരമായ എല്ലാ ഘട്ടങ്ങളും കുർബാനയ്ക്കകത്ത് അടയാളങ്ങൾ വഴി അനുഭവിക്കുന്നു. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം തന്നെയും ക്രിസ്തുവായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ യേശുവായിട്ട് മാറുകയാണ്. അങ്ങനെ നമ്മെ തന്നെ അർപ്പിക്കുകയാണ്, പിതാവിൻ്റെ ഒരു ആരാധനയായിട്ട് നമ്മൾ മാറുകയാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുർബാന അനുഭവമായിട്ട് മാറുക. സാധാരണഗതിയിൽ നമ്മളിതിങ്ങനെ പറയുമ്പോൾ ഈ അനുഭവങ്ങളിലൊക്കെ ശീലങ്ങളുള്ളവർ, അനുഭൂതികളിൽ ശീലങ്ങളുള്ളവർ, അത് അനുഭവങ്ങളായി തെറ്റിദ്ധരിക്കുന്നവർ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചാൽ ഇതൊന്നും വേണ്ടല്ലോ, ഇതൊന്നും ആവശ്യമില്ലെന്നാണോ പറയുന്നതെന്ന് ചിന്തിക്കും. നമ്മൾ പറഞ്ഞതിനർത്ഥം ഇതൊന്നും തള്ളിക്കളയണമെന്നല്ല. ഇതിനകത്ത് നിൽക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട ബോധ്യം ഇതിൻ്റെ അനുഭവതലം വിശ്വാസപരമാണ്. വിശ്വാസപരമായ അനുഭവതലത്തേക്ക് വരണമെങ്കിൽ ഹൃദയപരമായ മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അടയാളങ്ങൾ മാറുന്നത് കൊണ്ടോ പ്രാർത്ഥനകൾ മാറുന്നത് കൊണ്ടോ അതിൽ ഭേദം ഉണ്ടാകണമെന്നില്ല. അവയൊക്കെ സഹായകരങ്ങളായ കാര്യങ്ങളാണ്. രുചികരമായിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ എങ്ങനെ കഴിക്കാമെന്ന് പലരും പല രീതിയിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇപ്പോൾ മാംസം പാചകം ചെയ്യുമ്പോൾ അത് വിവിധ രീതിയിലാണ്. അതങ്ങനെ വിവിധ രീതിയിൽ പാചകം ചെയ്യുന്നു. അങ്ങനെ പാചകം ചെയ്യുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന ഫലം ഊർജമാണ്, ജീവന്റെ നിലനിൽപ്പാണ്. ആ ജീവന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് ഭക്ഷണമെന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ശരീരത്തിന് അപകടകാരിയായിട്ട് മാറും. അപ്പോൾ വിശ്വാസ ജീവിതത്തിനും ആധ്യാത്മ പുരോഗതിക്കും തടസ്സമായി മാറുന്ന ഒരു കാര്യമായിട്ട് മാറും നമ്മൾ രുചിയെ പിൻചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആചാരങ്ങളാണ് പരമപ്രധാനം എന്ന് കരുതി അവയിൽ കൊടുക്കുമ്പോൾ, ഇതാണ് ശരി എന്ന ദുശാഠ്യങ്ങളിൽ കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം അനുഭവിക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങൾക്കും അപ്പുറത്തും ശരികളുണ്ട് എന്ന് അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. പലപ്പോഴും നമുക്ക് ദുശാഠ്യമുള്ളത് ഞാൻ പറയുന്നതാണ് ഏകമായ ശരി. അതൊരു ഫാസിസ്റ്റ് നിലപാടാണ്. ഈ ഞാൻ മാത്രമാണ് ശരി, എൻ്റെ അഭിപ്രായമാണ് ശരി എന്ന് പറയുന്നത് ഒരു ഷാഠ്യമാണ്. ഞാനൊരു കാർട്ടൂൺ കാണാനിടയായത് 6 എന്ന് എഴുതിയേക്കാണ്. 2 ഭാഗത്ത് ആളുകൾ നിൽപ്പുണ്ട്. അതിലൊരാൾ വായിക്കുന്നു 6, മറ്റേ ആൾ വായിക്കുന്നു 9. അത്രയേ ഉള്ളൂ അഭിപ്രായ ഭേദങ്ങൾ. രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്ന് കാണുന്നു. 2 ഭാഗത്ത് നിന്ന് കാണുമ്പോൾ ഈ 6 എന്ന് പറയുന്നത് ഒരാൾ 9 ഒരാൾ 6 കാണുന്നത്. പലയിടത്ത് പല രീതിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പം സാധാരണ തരി കാച്ചി അത് തേങ്ങ അരച്ച് അരിപ്പൊടിയും ചേർത്ത് ഈസ്റ്റും ഇട്ട് കലക്കി വെക്കുന്ന ഒരു രീതി ഒരു ഭാഗത്തുണ്ട്. ഞാൻ മലബാറിൽ ചെന്നപ്പോൾ ഒരു അപ്പം ഉണ്ടാക്കുന്ന വേറെ രീതിയിലാണ്. അതിന് നിസ്സാര സമയം മതി. 1.5 മണിക്കൂർ കൊണ്ട് അപ്പം ഉണ്ടാക്കാവുന്ന രീതി അവർക്കറിയാം. അവരവിടെ തരി കാച്ചുന്നില്ല. ചിലർ അവലാണ് ഇടുന്നത് തരി കാച്ചുന്നതിന് പകരം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ്സിനെ നമ്മൾ തള്ളിക്കളയാണ്. അനുഭവതലം എന്നത് ഫലദായകത്വമാണെന്ന് കാണണം. അപ്പോൾ അനുതാപത്തോടെ നമ്മൾ പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിക്കുന്നു, കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുന്നു.
അങ്ങനെ കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുന്ന ആ രംഗം ലത്തീൻ ക്രമത്തിൽ നമുക്ക് കാണാൻ പറ്റും. തുടക്കത്തിൽ അത് സീറോ മലബാറിലില്ല. പക്ഷെ രണ്ടിടത്തും ക്രിസ്തുവിൻ്റെ ജനനം വരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം പറയുന്നതും ആചരിക്കുന്നതും രണ്ട് രീതിയിലാണ്. ഗ്ലോറിയ പാടുന്നുണ്ട് ലത്തീൻ സഭയിൽ, അപ്പുറത്ത് പാടുന്നത് ഗ്ലോറിയ അല്ല. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ ഗ്ലോറിയ പാടുന്നില്ല, അതുകൊണ്ട് ഇവിടെ യേശുജനനമില്ല, അങ്ങനെയല്ല. രണ്ടിടത്തും ഇത് സംഭവിക്കുന്നത് അനുഭവപ്രദമാകാൻ വേണ്ടി പറയുന്ന രീതികൾ രണ്ടാണ്. അപ്പോൾ രീതി വ്യതിയാനങ്ങളെ സംബന്ധിച്ച ബോധ്യമല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. യേശുവിൻ്റെ ജനനം സംഭവിക്കുന്നു. അത് സീറോ മലബാർ ക്രമത്തിലാണെങ്കിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന പ്രാർത്ഥനയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, അപ്പോൾ എല്ലാവരും ആമേൻ. ഇങ്ങനെ പ്രാർത്ഥന രണ്ട് രീതിയിലായി പോകും. ഈ പ്രാർത്ഥന രണ്ട് രീതിയിലാകുന്നു എന്നതുകൊണ്ട് ഈ ക്രിസ്തുജനനത്തെ നമ്മൾ ഓർക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുജനനത്തിൽ നമ്മൾ ഭാഗവാക്കാകുന്നു എന്ന കാര്യത്തിന് വ്യതിയാനം സംഭവിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ക്രമത്തെക്കാൾ ഉപരി യേശുവിൻ്റെ ജനനം ബലിമേശയിൽ ആഘോഷിക്കപ്പെടുന്നു. ബലിമേശയിൽ യേശുവിൻ്റെ ജനനം ആഘോഷിക്കപ്പെടുമ്പോൾ അന്ന് മാലാഖമാർ പാടിയ കീർത്തനമാണ് ഗ്ലോറിയ ആയിട്ട് ലത്തീൻ ചർച്ചിൽ പാടുന്നത്. അവിടെ പാടുന്നതും ഇവിടെ അത്യുന്നതങ്ങൾ സ്തുതി എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഒരു സംഭവത്തിൽ തന്നെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇങ്ങനെ ഈ അകക്കാമ്പിനെ, രീതി വ്യതിയാനങ്ങളെക്കാൾ അതിനകത്തുള്ള അകക്കാമ്പിനെ കുറിച്ചുള്ള ബോധ്യമാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ യേശു ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കതിലെന്താണ് ഭാഗഭാഗിത്വം? നമ്മുടെ ഭാഗഭാഗിത്വമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മലങ്കര ക്രമത്തിലാണെങ്കിൽ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ രീതിയെക്കുറിച്ച് പറയുമ്പോൾ കുറേ വൈകിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ആ ഭാഗത്തെ വിട്ടിട്ട് ഇപ്പോൾ പെട്ടെന്ന് ചിന്തിക്കാവുന്ന ഏറ്റവും കോറിലേറ്റഡ് ആയിട്ട് കാണാവുന്ന രണ്ട് റീത്തുകളിലെ ആരാധനാക്രമത്തിനകത്തുള്ള ചിന്തകളായിട്ട് ഇതിനിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. യേശു ജനനത്തെ ആഘോഷിക്കുന്നു. യേശു ജനനം ആഘോഷിക്കുമ്പോൾ കുർബാനയിൽ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു കാര്യം ഡിസ്ട്രാക്ഷനാണ്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ വേറെ ലോകത്തേക്ക് പോകുന്നു. പലവിധ വിചാരങ്ങൾ വരുന്നു. വേണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു സിനിമ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വ്യാകുലപ്പെട്ടു പോകും. കാരണം നാം ലോകത്ത് നിന്ന് വന്നവരാണ്, ലോകത്തിൻ്റെ കാര്യങ്ങൾ വ്യാപൃതരാണ്. ഈ ലോകം എപ്പോഴും നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ലോകകാര്യങ്ങളെല്ലാം വന്ന് നമ്മുടെ മനസ്സിനെ മൂടാനിടയുണ്ട്. അതുകൊണ്ട് കുർബാന അനുഭവമാകുന്നില്ല, അല്ലെങ്കിൽ കുർബാനയിൽ നമുക്ക് ഭാഗഭാഗിത്വം നഷ്ടപ്പെട്ടു പോകുന്നു, പല വിചാരങ്ങളിൽ പെട്ടുപോകുന്നു എന്നൊക്കെ പറയുന്നത് ഈ ആശയപരമായ ബോധ്യം അല്ലെങ്കിൽ വിശ്വാസപരമായ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ ബലിയിൽ യേശുവിൻ്റെ ജനനം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ആ ആഘോഷത്തിൽ നാം എങ്ങനെയാണ് ഭാഗഭാഗിത്വം വഹിക്കുന്നതെന്ന് ആലോചിക്കണം. ഈ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറയുന്നത് ആരോടാണ്? ഇടയന്മാരോടാണ്. ആരാണ് പറഞ്ഞത്? മാലാഖമാരാണ്. ഇവിടെ നമ്മളാണ് പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നമ്മളിത് ആരോടാണ് പറയുന്നത്? ഈ ലോകത്തോട് മുഴുവൻ നമ്മൾ വിളിച്ചു പറയുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലാറ്റിൻ ക്രമത്തിൽ കർത്താവായ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രാർത്ഥന തന്നെ അവിടെയുണ്ട്. സ്വർഗസ്ഥനായ ദൈവത്തെ, യേശുവിൻ്റെ ജനനത്തെ ബലിമേശയിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മാലാഖ വൃന്ദത്തോട് ചേർന്ന് ഇത് ഏറ്റുപറയുന്നത്. അങ്ങനെ മാലാഖ വൃന്ദത്തോട് ഏറ്റുചേർന്ന് നമ്മൾ ലോകസമക്ഷം ക്രിസ്തുവിൻ്റെ ജനനത്തെ വിളിച്ചറിയിക്കുകയാണ്. യേശു ഇന്നും ഇന്നലെയും എന്നും ഒരാൾ തന്നെയാണ്. അതായത് സനാതനനാണ്. സനാതനനായ യേശു ഇന്ന് ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പഴയതിന് മുഴുവൻ പൂർവ്വകാലങ്ങളെ തള്ളിക്കളയല്ല ചെയ്യുന്നത്. ഈ പൂർവ്വകാലത്തെയും വർത്തമാനത്തെയും ഭാവി ലോകത്തെയും ചേർത്ത് വെക്കുന്നൊരു വേദിയാക്കി ബലിമേശയെ മാറ്റുന്നു. അവിടെയാണ് നമ്മളിത് പ്രഘോഷിക്കുന്നത്. ലോകത്തോട് മുഴുവനുമാണ് നമ്മളിത് പറയുന്നത്. എപ്പോഴെങ്കിലും ഗ്ലോറിയ പാടുമ്പോഴോ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോഴോ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ നമ്മളിത് ഓർക്കാറുണ്ടോ? നാം ഈ ലോകത്തോട് ഈ സുവിശേഷം പറയാൻ വിളിക്കപ്പെട്ടവരാണ്. സുവിശേഷം യേശുവാണ്. യേശു ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അങ്ങനെ യേശു ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന കാര്യം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നവരായിട്ട്, പ്രഘോഷിക്കുന്നവരായിട്ടാണ് നമ്മൾ മാറുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഓർമ്മയില്ല. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊക്കെ കേവല പ്രാർത്ഥനകളായി, വാചിക പ്രാർത്ഥനകളായി ചൊല്ലുന്നു. ഇതിൻ്റെ അകത്തേക്ക് കടക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അകത്തേക്ക് കടന്ന് ഇത് എന്തിനിപ്പോൾ ഞാൻ പറയണം, എന്താണ് ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം എന്നൊരാൾ ചിന്തിക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത് ഞാനായിട്ടല്ല, മാലാഖയായിട്ടാണ്. മാലാഖ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് ഞാനത് പറയുമ്പോൾ ആനുകാലിക ലോകത്ത് മാലാഖ ചെയ്ത ഈ ദൗത്യം ചെയ്യുന്ന ഒരാളാണ് ഞാനും നിങ്ങളും എന്ന പരമാർത്ഥത്തിലേക്ക് എത്തും. അപ്പോഴാണ് നമുക്കിത് അനുഭവമായിട്ട് മാറുക.
അപ്പോഴാണ് ഭാഗഭാഗിത്വം ഉണ്ടാകുക. അങ്ങനെ അല്ലെങ്കിൽ ഭാഗഭാഗിത്വം ഇല്ല. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ഒരു കാര്യം ഏറ്റു പറയുന്നു, പ്രാർത്ഥനയുള്ള ഒരു കാര്യം ഏറ്റു ചൊല്ലുന്നു. അതുകൊണ്ട് വളരെ സ്വരത്തിൽ ഉറക്കെയൊക്കെ നമ്മളത് വിളിച്ചു പറയും. അങ്ങനെയാണല്ലോ പറയാം, എല്ലാവരും ഉറക്കെ പറയണം, ഉറക്കെ വചിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറക്കെ അതിന് പ്രതിവചനം പറയും. ഈ പ്രതിവചനം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആശയതലത്തിൽ അല്ലെങ്കിൽ ഹൃദയതലത്തിൽ ഒരു ബോധ്യമായി ഈ സംഭവങ്ങൾക്കകത്തേക്ക് നമ്മെ ഉൾച്ചേർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അനുഭവം പകരില്ല, അത് കേവലമായി വൈകാരികമായിട്ട് മാറും. അതുകൊണ്ടാണ് പാട്ട് പാടുമ്പോൾ നല്ല കുർബാനയാണെന്നും പാട്ടില്ലെങ്കിൽ ശുഷ്കമായ കുർബാനയാണെന്ന് നമുക്ക് തോന്നുന്നത്. പാട്ടല്ല ഇവിടെ കാര്യം. കാര്യത്തിനകത്തേക്ക്, വിശ്വാസത്തിന്റെ മൂലത്തിലേക്ക്, കേന്ദ്രബിന്ദുവിലേക്ക് നമുക്ക് എത്രത്തോളം ഇഴുകിച്ചേരാൻ പറ്റുന്നുണ്ട്. അവിടെ ഓർക്കണം, ഞാനും നിങ്ങളും അനുതാപിയായിട്ടാണ് ബലിമേശയിലേക്ക് എത്തിയത്. അനുതാപിയായിട്ട് വന്നു, ക്രിസ്തുവിന് ഒന്നാണെന്ന ബോധ്യത്തോടെ വന്നു. ഇവിടെ നമ്മൾ ലോകത്തോട് യേശു ജനിച്ച കാര്യം പറയാണ്. യേശു എവിടെ ജനിക്കുന്നു? യേശു നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ യേശു ജനിക്കുന്നു. ഓരോ നിമിഷവും യേശു ജനനം അനുഭവിക്കാനും അത് പ്രഘോഷിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. യേശു ജനനം നമ്മിൽ തന്നെ സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു ജനിച്ചിരിക്കുന്നു. നമുക്ക് തന്നെ ജീവിതത്തിൽ പല അസ്വസ്ഥതകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ഈ വിഷമങ്ങൾക്കും അസ്വസ്ഥതകൾക്കും നടുവിൽ യേശുവിന്റെ ജനനത്തെ നമ്മൾ യഥാർത്ഥം ഓർക്കുന്നില്ല. എനിക്കും നിനക്കും വേണ്ടി ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായി അവതരിച്ചു എന്നതിൽ നിന്ന്, ശരീരധാരിയായെന്നതിൽ നിന്ന് ശരീരത്തെ ദൈവം വീണ്ടെടുക്കുകയാണ്. പാപത്തിന്റെ കെട്ടിൽ നിന്ന് ദൈവത്തിൻ്റെതാക്കി മാറ്റുകയാണ്. അങ്ങനെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നത് നമ്മിൽ വസിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. ഈ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നുകൊണ്ട് മാലാഖമാരോട് ചേർന്ന് ലോകത്തോട് നമുക്ക് പറയാൻ പറ്റണം, ലോകം ഇത് അറിയുന്നില്ല, അജ്ഞതയിലാണ്, ലോകത്തിന് മുഴുവനോടും പറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പറയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതുകൊണ്ട് കേവലം ചെറുതായി തോന്നുന്നൊരു പ്രാർത്ഥന, ലത്തീൻ ക്രമത്തിൽ പല ദിവസങ്ങളിലും ഈ പ്രാർത്ഥന ഗ്ലോറിയ പാടുന്ന ഒഴിവാക്കും. കാരണം കുർബാന നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒഴിവാക്കുമ്പോൾ പോലും അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളതാണ്, അടിസ്ഥാനപരമായിട്ടുള്ളതാണ് യേശുജനനം. യേശുജനനം ബലിമേശയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുക എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ജനനത്തിലേക്ക് എടുത്തു വയ്ക്കുന്നു. ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനായി തീരുകയും ക്രിസ്തു നമ്മിൽ ജനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ലോകത്തോട് വിളിച്ചു പറയുന്നവരായിട്ട് നമ്മൾ മാറുന്നു. ഇങ്ങനെ സ്വർഗീയമായ ദൗത്യം, ലോകത്തിന് മുൻപിൽ രക്ഷകനെ അവതരിപ്പിക്കുക എന്നൊരു ദൗത്യത്തിൽ പങ്കുചേരുന്നതോടെയാണ് കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കുർബാനയുടെ ആദ്യ ഭാഗത്ത് യേശുജനനമുണ്ട്. ആ യേശുജനനത്തിൽ നമുക്കുള്ള ഭാഗഭാഗിത്വം അറിയണം. എങ്ങനെയാണ് ലോകത്തോടിത് നമ്മൾ വിളിച്ചു പറയുന്നതെന്ന് അറിയണം. ശിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ വെച്ച് ഈ ഭാഗം നിർത്തുകയാണ്, കാരണം സമയപരിമിതിയുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെക്കുറിച്ചുള്ള ഈ അവബോധത്തിലേക്ക് എത്തണം. പ്രധാനമായിട്ടും കുർബാനയുടെ ആരാധനാ രീതികൾ, ക്രമങ്ങൾ ഒക്കെ പൗരസ്ത്യ പാശ്ചാത്യ ക്രമങ്ങളിൽ ഒക്കെ വരുന്ന ക്രമഭേദങ്ങളെയല്ല നമ്മൾ കാണേണ്ടത്, അതിൻ്റെ വിശ്വാസപരമായ മൂലത്തെയാണ്, കേന്ദ്രത്തെയാണ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ അകക്കാമ്പിനെ കാണുമ്പോൾ മാത്രമേ നമുക്കിത് അനുഭവമായിട്ട് മാറുള്ളൂ. അനുഭവം എന്നത് അനുഭൂതിയല്ല. അതിന് അനുഭൂതിയുടെ പുറകെ പോകുമ്പോഴാണ് പല സ്ഥലങ്ങളിലെ കുർബാന കൊള്ളാമെന്ന് പറയും, അപ്പുറത്ത് അച്ഛൻ ചെല്ലുന്ന കുർബാന അത്ര പോരാന്ന് പറയൊക്കെ നമ്മൾ തോന്നുന്നത് അനുഭൂതിയിൽ നിലനിൽക്കുമ്പോഴാണ്. അതേപോലെ കുർബാന TV കണ്ടാൽ മതി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെയും സംഭവിക്കുന്ന ഈ പിഴവാണ്. നമ്മൾ ആലോചിക്കണം, കുർബാന TV വെക്കുന്നതിന് പണ്ടേ നമ്മൾ പറയാറുള്ളതാണ്, TV കുർബാന വെച്ചുകൂടാ, അങ്ങനെ ചെയ്യാവുന്നൊരു കാര്യമല്ല. കോവിഡ് വന്നപ്പോൾ കുർബാന അനുഭവമാകാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് കരുതിയിട്ട് ഇത് പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങി. ഇടവപ്പള്ളികളിലെ കുർബാന ചെല്ലുന്നു. ആ കുർബാന നമുക്ക് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് ഫോണിൽ കാണാമെന്ന് നിലവന്നു. എന്തായിരുന്നു അതിൻ്റെ അനന്തരഫലം? വിശുദ്ധ ബലിയിൽ നിന്ന് ആളുകൾ അകന്നു പോകാനിടയായി. കാരണം ഇത് കൂട്ടായ്മയ്ക്കകത്ത് സംഭവിക്കേണ്ടതാണ്. മാനുഷികമായ ഒരു അനുഭവതലം, ശാരീരികതയുടെ ലോകത്തുള്ള ഒരു അനുഭവതലം കുർബാനയ്ക്കുണ്ട്. അത് കേവലം കാഴ്ചയല്ല, കേവലം കാഴ്ചയോ ഓർമ്മയല്ല. നമ്മൾ ഒരു ധ്യാനത്തിലേക്കല്ല പ്രവേശിക്കുന്നത്, ഇതൊരു പ്രക്രിയാപരമായ അനുഭവമാണ്. കുർബാന വിശ്വാസത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയ്ക്കകത്ത് സംഭവിക്കേണ്ട, ബന്ധത്തിനകത്ത് ഉണ്ടാകേണ്ട, ശാരീരികതയ്ക്കകത്ത് സംഭവിക്കേണ്ട കാര്യമാണ്. അത് കേവലം ഒരു ചിന്താ പദ്ധതിയല്ല. ഇത് അന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുർബാന ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. കുർബാനയിൽ എല്ലാ ഇടവക അംഗങ്ങളോടും ഇടയ്ക്ക് ഇത് പറഞ്ഞാൽ മതി, ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അർപ്പിക്കുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾ തന്നെ ഓർക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ ഇരുന്ന് ആ സമയത്ത് ഈ കുർബാനയിൽ പങ്കുചേരാൻ പറ്റുമായിരുന്നു. പകരം എന്ത് ചെയ്തു? നമ്മളിത് കാഴ്ചയിലേക്ക് ഒതുക്കി. നമ്മൾ ഇന്ദ്രിയപരതയല്ല കുർബാനയെന്ന് തിരിച്ചറിയണം. ഇന്ദ്രിയപരമായ അടയാളങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ടെങ്കിലും അതിൻ്റെ ആന്തരിക സത്ത നിലനിൽക്കുന്നത് ഒരു ജീവാർപ്പണത്തിലാണ്.
അത് വ്യക്തിബന്ധങ്ങളിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. ഞാനും നിങ്ങളും ബലിമേശയ്ക്ക് ചുറ്റും കൂടുന്നു എന്ന് പറയുന്നതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ മാനുഷികമായ ഒരു കൂട്ടായ്മ, ഒരു ഏകതയിൽ, ശരീരത്തിന്റെ ബന്ധത്തിനകത്ത് നമ്മൾ ഈ അനുഭവത്തെ കൊണ്ടുവന്ന് വെക്കുന്നു എന്നുകൂടിയാണ്. അങ്ങനെ അനുഭവത്തെ കൊണ്ടുവന്ന് വെക്കുന്നില്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല. നമ്മൾ സാധാരണ പറയുമല്ലോ, കോവിഡ് കാലത്ത് തന്നെ വന്ന ഒരു തമാശയാണ്. ഒരു കസ്റ്റമർക്ക്, ഒരു കടക്കാരൻ പുട്ടും കടലയും ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം. എന്നിട്ട് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പൈസ ഇത്രയായിട്ടുണ്ടെന്ന് എഴുതുകയാണ്. അപ്പോൾ തിരിച്ച് അയാൾ 2 നോട്ടിന്റെ പടം എടുത്തിട്ട് തിരിച്ചു അയച്ചു കൊടുത്തു. അതൊരു കേവല തമാശയായിട്ട് അല്ലെങ്കിൽ കാഴ്ചയ്ക്കകത്തുള്ള കാര്യമായിട്ട് മാറി. വാസ്തവത്തിൽ കുർബാന എന്ന് പറയുന്നത് ഈ പങ്കുചേരലിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ബലിമേശയ്ക്ക് ചുറ്റും നിൽക്കുക അല്ലെങ്കിൽ ബലിമേശയോട് അടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഈ ബന്ധത്തിനകത്താണെന്ന ബോധ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കുർബാനയ്ക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ പലരും വിശുദ്ധ കുർബാനയെ അവഗണിക്കാൻ കാരണമായി. നമുക്ക് TV കണ്ടാൽ പോരെ എന്ന് ചിന്തയിലെത്തി. കാരണം നമ്മളെ തഴക്കങ്ങൾ പലപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും, അനുഭവങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോകും. അനുഭവം എന്നത് നമുക്ക് നമ്മുടെ ബന്ധത്തിനകത്തുണ്ടാകേണ്ട കാര്യമാണ്. അത് കേവല വൈകാരികതയല്ല. കേവല വൈകാരികത അനുഭൂതികൾ പകരുമ്പോൾ അനുഭവം പകരുന്നത് അകക്കാമ്പാണ്. ആ ബോധ്യത്തിനകത്ത് ആയിത്തീരുമ്പോഴാണ്. ആ ബോധ്യം യഥാർത്ഥത്തിൽ വിശുദ്ധ ബലിമേശയിലാണ് ക്രിസ്തുവിന്റെ ജനനമെന്ന ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ കൂടെ പങ്കാളിത്തത്തോടു കൂടെയാണ്. ആ ജനനത്തിന്റെ ഭാഗമാണ് നമ്മിൽ തന്നെ ജനിക്കുന്ന ക്രിസ്തുവിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ലോകത്തോട് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്ന യേശു ജനനത്തെക്കുറിച്ച് ഈ സദ്വാർത്ത അറിയിക്കുന്നവരായി നമ്മൾ മാറുന്നു എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമ്പോഴാണ് കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഓർക്കാം. വിശുദ്ധ ബലിയെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കുർബാനയ്ക്കകത്ത് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് വീഡിയോയുടെ കീഴെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിലും ചോദ്യങ്ങളും സംശയങ്ങളും തർക്കങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഏവരെയും ഹൃദയപൂർവ്വം ഈ സംവാദത്തിലേക്ക് ക്ഷണിക്കുന്നു. സംവാദമൊന്നും നമ്മൾ തർക്കിക്കാൻ വേണ്ടിയോ ജയിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. നമ്മുടെ അറിവൊക്കെ പരിമിതമാണ്. ഈ അറിവിന്റെ പരിമിതിയെ മറികടക്കുന്ന ദൈവസ്നേഹമാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബന്ധത്തിനകത്താവുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ഒരു ചിന്തയും ഹൃദയപരമായ ബോധ്യവും നമുക്കുണ്ടാകുകയാണ് യഥാർത്ഥത്തിൽ ബലിയെ അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കൂടുതൽ പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ കഴിയും. നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം യേശുക്രിസ്തുവിൽ ക്ഷണിക്കുകയാണ്. ഒപ്പം നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.